ദേവരാജ മാസ്റ്റർ 1985 കരമനയിലെ വീട്ടിലേക്ക് വരുന്നത്. വന്നതിൻ്റെ കാര്യം സിനിമ സംഗീതം മതി, ഇനി പുതിയ പുതിയ മേഖലകളിലേക്ക് തൻ്റെ അന്വേഷണം വ്യാപിക്കണമെന്നും ഒരു സംഗീത ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് തോന്നിക്കാണും. അങ്ങനെ അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു വീട് നോക്കി കണ്ടുപിടിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു രവി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം പാപത്തിന് മരണമില്ല എന്നൊരു സിനിമയുടെ നിർമ്മാതാവ് കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടാണ് മാസ്റ്റർ പറഞ്ഞത്, എനിക്ക് തിരുവനന്തപുരത്തൊരു വീട് നോക്കണം. അന്വേഷിച്ച് വരുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഹോമിയോ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ MKS നായർ, MK ശിവരാമൻ നായർ എന്നൊരാളെൻ്റെ വസതി കരമനയാറ് കഴിഞ്ഞ് TVSലേക്ക് പോകുന്നതിൻ്റെ അടുത്ത വളവിൽ ഒരു 2 നില കെട്ടിടം, അതിൻ്റെ മുകൾ ഭാഗം മാസ്റ്റർ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ താമസമാക്കി. ഏകദേശം 85 പകുതിയോടെയാണെന്നാണ് കറക്റ്റായിട്ടുള്ള ഒരു അറിവ്. അവിടെ ഇരുന്നുകൊണ്ടാണ് മാസ്റ്റർ തൻ്റെ സർഗപ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. മദ്രാസിൽ നിന്നും അദ്ദേഹം 85 വരുമ്പോൾ സിനിമാ സംഗീതം അദ്ദേഹം ഏകദേശം മതിയാക്കണം, അല്ലെങ്കിൽ മതിയാക്കി ഇനി ഇത് മതി എന്നുള്ള തീരുമാനത്തിലാണ് എത്തുന്നത്. അങ്ങനെയാണ് മദ്രാസിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നത് തന്നെ. കാരണം തന്നെ മലയാള ചലച്ചിത്രത്തിൽ ഒരുപാട് ഏകദേശം ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത ദേവരായ മാസ്റ്ററായിരുന്നു. അപ്പോൾ ഇനി പുതിയ ആൾക്കാർ ചെയ്യട്ടെ, എനിക്ക് ഇത്രയും മതി എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഇവിടെ വരികയും സിനിമാ സംഗീതം ഒരു വേണ്ടെന്ന് തന്നെ വെച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അങ്ങനെയാണ് പുസ്തകരചനയിലും മറ്റും ഏർപ്പെടുന്നത്, മറ്റ് ക്വയർ സംഗീതവും കാസറ്റുകളൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെ സംഗീതപരമായ ഗവേഷണത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നാലും ചില സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ട് കുറച്ച് സിനിമകൾ അദ്ദേഹം ചെയ്യേണ്ടി വന്നു. ഉദാഹരണം, JCയുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അക്കാലത്ത് കുറച്ച് നാളെ വിട്ടു നിന്ന ONV സാറിനെയും ദേവരായ മാസ്റ്ററെയും ഒരുമിക്കുക എന്നുള്ളത് JCയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. JC ഒരു കാലത്തിൽ കാളിദാസ കലാകേന്ദ്രത്തെ ദേവരാജ മാസ്റ്റർ കണ്ടെത്തിയ ഒരു നടനായിരുന്നു. JCയുടെ മിക്ക സിനിമകൾക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ശാപമോക്ഷത്തിലും ദേവരായ മാസ്റ്ററിൻ്റെ സംഗീതമായിരുന്നു. അപ്പോൾ JCയുടെ ഒരു ആഗ്രഹം, ഈ പിണങ്ങിയിരിക്കുന്ന രണ്ടുപേരും, ഇവർ രണ്ടുപേരും കാളിദാസ കലാകേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഒരുമിപ്പിക്കണമെന്നുള്ള ആഗ്രഹം മറ്റു പലരും വിചാരിച്ചെങ്കിലും നടന്നില്ല. എങ്കിൽ പോലും JCയുടെയും ജോൺ ബോൾ സാറിൻ്റെയൊക്കെ വാത്സല്യപൂർവ്വം സ്നേഹമസണമെന്ന നിർബന്ധത്തിൽ അത് ദേവരായ മാസ്റ്റർ ചെയ്തു കൊടുത്തു. അതാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം. അത് തരംഗിണിയിലായിരുന്നു അത് റെക്കോർഡ് ചെയ്തത്. പിന്നെ PA ബക്കറിൻ്റെ പുരോഗമനപരമായ പല സിനിമകൾക്കും അദ്ദേഹം സംഗീതം പകർന്നിരുന്നു. അങ്ങനെയും പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹം സംഗീത കച്ചേരികളിലും പങ്കെടുക്കാനും പുതിയ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്കൊക്കെ സംഗീതം പകർന്നു കൊടുക്കാനും ശ്രദ്ധിച്ചിരുന്നു. വയലാർ അവാർഡ് അത് പ്രത്യേകം, അത് ആദ്യം തൊട്ടേ മാസ്റ്ററാണ് നടത്തിക്കൊണ്ടിരുന്നത്. എങ്കിലും മാസ്റ്റർ സജീവമായി കരമനയിൽ വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. മാസ്റ്ററിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു രാവിലെ റിഹേഴ്സൽ കഴിഞ്ഞ ഉടനെ തന്നെ മാസ്റ്റർ എല്ലാ ഓർക്കസ്ട്രക്കാർക്കും ഒരു കവറിനകത്തിട്ട് പൈസ മാസ്റ്ററിനെ ഏൽപ്പിക്കും. പിന്നീടത് ത്രിവിക്രമ സാർ പരിപാടിയെല്ലാം കഴിഞ്ഞാണ് ബാക്കി എമൗണ്ട് മാസ്റ്ററെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. അന്ന് ഭക്ഷണവും എല്ലാം മാസ്റ്റർ തന്നെ ഏർപ്പാടാക്കി സ്വന്തം വീട്ടിൽ ഒരു കാര്യം പോലെ വയലാർ അവാർഡ് ദിനത്തിലെ ഗാനമേള മാസ്റ്ററിൻ്റെ സ്വന്തം കാര്യം പോലെ അദ്ദേഹം മരിക്കുന്നതുവരെ തുടർന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം 50 വർഷത്തെ ചലച്ചിത്ര സംഗീതം അതിൻ്റെ മേഖലയിൽപ്പെട്ടവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി നടത്തണമെന്നൊരു ആശയം. അത് ഉണ്ടാവാനുള്ള കാര്യം, മലയാള സിനിമയുടെ 50 വർഷം ആഘോഷിച്ചപ്പോൾ അന്ന് മലയാള സിനിമ എല്ലാ നടികടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ വിളിച്ചിരുന്നു. പക്ഷേ അത് സംഗീത വിഭാഗക്കാർ ഒഴിവാക്കിക്കൊണ്ട് ആയിരുന്നു. എന്തോ പിശക് പറ്റിയതായിരിക്കണം. പക്ഷേ ഏത് അനീതിക്കെതിരെയും നിലപാടുകൾ എടുക്കുന്ന ദേവരായ മാസ്റ്ററിനെ ശക്തമായി എതിർത്ത് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. പിന്നീട് അവർ അതിൻ്റെ ദുഃഖം അറിയിച്ചു. പക്ഷേ ദുഃഖം അറിയിച്ചിട്ട് കാര്യമായില്ലല്ലോ. അപ്പോൾ മാസ്റ്റർക്കൊരാഗ്രഹം, സംഗീതക്കാരുടെ ഒരു 50 വർഷം ആഘോഷിക്കണം. ഈ ആശയം പലരോടും പറഞ്ഞപ്പോൾ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ആരെയും ഇങ്ങനെ ഏകോപിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കീറാമുട്ടിയാണ്, മാസ്റ്റർ വിചാരിക്കുന്ന പോലല്ല എന്ന് പറഞ്ഞ് മാസ്റ്റർ പലരും നിരുത്സാഹപ്പെടുത്തി. പക്ഷേ മാസ്റ്റർ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന്, ഏതൊരു തീരുമാനത്തിലും ഉറച്ചു നിന്നാൽ അത് മാസ്റ്റർ പിന്മാറില്ല, അത് നടത്തിയിട്ടേ പിന്മാറുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ദൃഢനിശ്ചയത്തിന് മുൻപിൽ
എല്ലാ തടസ്സങ്ങളും വഴിമാറുകയായിരുന്നു. ആദ്യമായിട്ട് അദ്ദേഹം തീരുമാനിച്ചത് ആ പാട്ടുകളെ പറ്റി ഒരു പുസ്തകം ഇറക്കുക എന്നുള്ളതാണ്. 38-ലാണല്ലോ ബാലൻ എന്ന സിനിമ തുടങ്ങുന്നത്. അപ്പോൾ 38 മുതൽ 50 വർഷം, അതായത് 88. അന്ന് കമ്പ്യൂട്ടറും ഒക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് പാട്ടുകൾ ശേഖരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ പോലെ യൂട്യൂബോ ഒന്നും തന്നെ ഇല്ല. ആകെ കിട്ടുന്നത് ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും അവരുടെ ഓർമ്മയിൽ നിന്നെടുത്ത വിവരങ്ങളാണ്. അങ്ങനെ അതിൻ്റെ ഒരു ജോലിക്കായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഈ കാര്യങ്ങളായിട്ട് മാസ്റ്റർ പലവിധ ആൾക്കാരും അവിടെ വന്നു തുടങ്ങി. ഒരുപാട് ആൾക്കാരുമായിട്ട് കരമനയിൽ അദ്ദേഹം വരുമായിരുന്നു. നീലകണ്ഠ ശിവൻ സംഗീത സഭയുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ എല്ലാ സംഗീത കച്ചേരികളിലും ക്ഷണിതാവായിട്ട് പോവുകയും, പിന്നെ ഒരു ശാസ്ത്രികളുണ്ടായിരുന്നു. വളരെ സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു അദ്ദേഹം. മാസ്റ്റർക്ക് സംസ്കൃതത്തിൽ വളരെയധികം അവഗാഹമുണ്ടായിരുന്നു. കാളിദാസ കൃതികളും മറ്റും വായിച്ച് അത് അദ്ദേഹം പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സംശയങ്ങളൊക്കെ നിവൃത്തി വരുന്നത് ഈ ശാസ്ത്രികളായിട്ടാണ്. ശാസ്ത്രികൾ പലതവണ അവിടെ വരികയും മാസ്റ്റർ ശാസ്ത്രികളെ ആ കരമനയുള്ള വീട്ടിൽ പോയി കാണുകയും ചെയ്തിരുമായിരുന്നു. അങ്ങനെ കരമനയിലെ പല ആൾക്കാരുമായിട്ടും സംഗീതക്കാരുമായിട്ടും ഒക്കെ മാസ്റ്ററിന് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ കരമനയിലെ സാധാരണക്കാരെ ആൾക്കാർ തൊട്ട് അങ്ങേ അറ്റം വരെയുള്ള ആൾക്കാരുമായിട്ടും നിരന്തരം ബന്ധം പുലർത്തുകയും മാസ്റ്റർ തിരുവനന്തപുരത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിലെ ഒരു പ്രധാന വ്യക്തിയായി തീർന്നു മാസ്റ്റർ. അങ്ങനെ ഇപ്പോഴും ആ കരമന പാലം കഴിഞ്ഞ് നമ്മൾ വലത്ത് വശത്ത് കാണുന്ന വീട് പലരും നോക്കാറുണ്ട്. ഇപ്പോഴും ദേവരായ മാസ്റ്റർ അവിടെ പേപ്പറും വായിച്ച് രണ്ടാം നില ബാൽക്കണി ഇരിക്കുന്നതായിട്ട് പലർക്കും നമുക്കും തോന്നാറുണ്ട്. പലരും എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിൻ്റെ ഓണർ തന്നെ പറയും, മാസ്റ്റർ ഇവിടുന്ന് പോയപ്പോൾ ആ വീട് നിശ്ചലമായിപ്പോയി. മാസ്റ്റർ ഉള്ളപ്പോൾ നിരവധി ആൾക്കാരും ഗായകരും മറ്റാൾക്കാരും വന്ന് നിരന്തരം ആളിൻ്റെ ഒരു ഉത്സവം പറമ്പായിരുന്നു ആ വീടെന്ന് പറയുമായിരുന്നു. മാസ്റ്റർ ഹൃദയം കൊണ്ട് എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച സ്നേഹധനായ ഒരു മനുഷ്യനായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം 50 വർഷത്തെ ചലച്ചിത്ര സംഗീതം നടത്തിയത്. പിന്നെ അദ്ദേഹം 2000-ൽ പുതിയ ഗായകരെ അവതരിപ്പിച്ചു. അതുകൂടാതെ കൊയർ ആദ്യമായിട്ടുണ്ടാക്കി കൊയർ അവതരിപ്പിച്ചു ടാഗോർ ഹാളിൽ. പിന്നീട് പല പല പരിപാടികൾ അവതരിപ്പിച്ചു അദ്ദേഹം. അവിടുന്ന് 2003-ൽ അദ്ദേഹത്തിന് ഒരു ചെറിയ അസ്വസ്ഥത വരികയും അന്നവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന ബിച്ചു തിരുമലയുടെ കെയർ ഓഫിൽ വന്ന ഒരു അമ്പലത്തറ ശശികുമാർ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ മാസ്റ്റർ അങ്ങനെ കസേര നിശ്ചലനായിരിക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഷുഗർ ഡൗൺ ആയതാണ്. ആരുമില്ലായിരുന്നു അവിടെ. ഞാൻ അന്നേരം അവിടെ ഇല്ലായ്മായിരുന്നു, ഷൂട്ടിങ്ങിനെന്തോ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഇവരെടുത്ത് കസേരയോടെടുത്ത് താഴെ ഇരുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർക്കറിയത്തില്ല, അവർ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നല്ല പരിചരണം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ ത്രിവിക്രമ സാർ ഓടി വരികയും അദ്ദേഹം പറഞ്ഞു, അയ്യോ ദേവരാജൻ്റെ ചികിത്സ ഇവിടെ അല്ല, ഉത്രാടം തിരുനാളിലാണെന്ന് പറയുക. അപ്പോൾ ഡോക്ടർ നിഷേധിച്ചു, ഇല്ല നിങ്ങൾക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുകയും ഞാൻ വയലാർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആണെന്ന് പറയുകയും എൻ്റെ ഭാര്യ ഡോക്ടർ ലളിത ഉത്രാടം തിരുനാളിലെ ഡോക്ടറാണെന്ന്, ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് മാസ്റ്ററേയും കൊണ്ട് ത്രിവിക്രമൻ സാർ ഉത്രാടം തിരുനാളിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ത്രിവിക്രമ സാർ മാസ്റ്ററിൻ്റെ കൂടെ മാസ്റ്ററിൻ്റെ ശിഷ്യനായ പ്രകാശിനെ വിളിച്ചു പറഞ്ഞു. പ്രകാശ് ആർട്സ് സയൻസിൽ നിന്ന് ഉടനെ തന്നെ ഉത്രാടം തിരുനാൾ ആശുപത്രി എത്തി മാസ്റ്ററിൻ്റെ കൂടെ ഇരുന്നു. അവർ തമ്മിൽ സംസാരിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല, ഷുഗറൊക്കെ നോർമലായി. രാത്രി 9:30 ഞാൻ എത്തിയപ്പോഴേക്കും പിന്നാണ് പ്രകാശ് വീട്ടിലേക്ക് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പ്രകാശാണ് പറഞ്ഞു തന്നത്. പിന്നീട് അപ്പോൾ മാസ്റ്ററിൻ്റെ വൈഫ് പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവില്ല. മാസ്റ്റർ ആലോചിച്ച്, മാസ്റ്ററിൻ്റെ ഭാര്യ പറയുന്നത് ഒരു കണക്കിൽ മദ്രാസിലേക്ക് പോയാൽ എപ്പോഴും ഇവിടെ ആളുണ്ടാവും, പിന്നെ ഏകദേശം തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ ഷഡ്കാല പല്ലവിയും കൂടെ ഒന്ന് എഴുതിയാൽ മതി. സംഗീതശാസ്ത്ര നവസുധ എന്നൊരു ശാസ്ത്രീയ ഗ്രന്ഥം അതിനിടയ്ക്ക് എഴുതി തീർന്നു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം മാസ്റ്റർ ഉദ്ദേശിച്ച പുസ്തകരചനകളൊക്കെ തീർന്നു. മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളൊക്കെ പുസ്തകമാക്കി സംഗീതശാസ്ത്ര നവസുധ എഴുതി പൂർത്തിയാക്കിയത്, പ്രസിദ്ധീകരിക്കാൻ കൊടുത്തില്ല. ഇനി മദ്രാസിലിരുന്നാലും അതൊക്കെ ചെയ്തോളാം. അങ്ങനെ പ്രധാനപ്പെട്ട ഗ്രന്ഥരചനകളും പ്രധാനപ്പെട്ട കർമ്മപരിപാടികളൊക്കെ ഏകദേശം പൂർത്തിയാക്കി. ബാക്കി ഷഡ്കാല പല്ലവി കുറച്ചും കൂടെ എഴുതിയാൽ ഈ സംഗീതശാസ്ത്ര നവസുധ പ്രസിദ്ധീകരിക്കണം. ആ രണ്ടും മാത്രം പൂർത്തീകരിക്കാനുണ്ട്. അത് മദ്രാസിൽ ചെന്നിട്ടാവാമെന്ന് മാസ്റ്റർ തീരുമാനിച്ചു. അങ്ങനെ 2003-ലാണ് മാസ്റ്റർ കരമനയിലെ വീട് വിട്ട് പോകുന്നത്. അങ്ങനെ ഏകദേശം 85-ൽ തുടങ്ങി 2003 വരെയുള്ള കാലഘട്ടം മാസ്റ്ററിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. സിനിമാ സംഗീതത്തിനുപരി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ചെയ്തിരുന്നു. സംഗീത
ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും മലയാള ചലച്ചിത്ര സംഗീതോത്സവം സംഘടിപ്പിക്കുന്ന കാര്യത്തിലും കൊയറിലും ഇനി പുതിയ 2000-ൽ അദ്ദേഹം പുതിയൊരു കാലഘട്ടത്തിൽ പുതിയ ഗായകരെ അവതരിപ്പിച്ചു, പുതിയ സഹസ്രാബ്ദത്തിൻ്റെ പാട്ടുണ്ടാക്കി, അങ്ങനെ പലതും ചെയ്തു. അങ്ങനെ പുതിയ നൂറ്റാണ്ട് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തോട് യാത്ര പറഞ്ഞിട്ട് എന്നുവെച്ചാൽ ഭാഗികമായിട്ട് മദ്രാസിലേക്ക് താമസം ആരംഭിച്ചു.